ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ അവിടുത്തെ പൊങ്കാലയും താലപ്പൊലിയൊക്കെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുമണിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ താലപ്പൊലി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലൊക്കെ പോയി, അവിടെ നിന്ന് നേരെ നമ്മൾ പോയി. പിന്നെ അവിടെ നിന്ന് ഞാനും ചേച്ചിയും കണ്ണനും അമ്മയും കൂടെയാണ് കേട്ടോ, കുഞ്ഞുമണിയും അമ്മയും കൂടെയാണ് കേട്ടോ പോകുന്നത് രാമേന്ദ്രയിലോട്ട്. എവിടെ ഞാനും ചേച്ചിയും കൂടെ ഷോപ്പിംഗ് പോയാലും അമ്മ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പോലത്തെ ഒരു ഫീലാണ്. അങ്ങനെ ഞാനും ചേച്ചി കൂടെയാണ് പോയത്. പിന്നെ പയ്യെ കുഞ്ഞുമണി അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും അമ്മമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി അമ്മയുടെ അടുത്ത് കയറിയിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലുള്ള രാമേന്ദ്രയിലെത്തി. ലിഫ്റ്റിന് വേണ്ടി കുറേ നേരം കാത്തിരുന്നു. പിന്നെ അവിടെ നിന്ന് ട്രയലിൽ നോക്കി പട്ടുപാടിയിട്ടുണ്ട് കുഞ്ഞുമണി അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ണനും കുഞ്ഞുമണിയും കൂടെ ഭയങ്കര ഓട്ടമാണ്. ഇതാണ് നമ്മൾ ആദ്യം ട്രയലിൽ ഇട്ട് നോക്കിയത്. അങ്ങനെ നോക്കി പിന്നെ അവിടെ ഒരുപാട് ഗൗണൊക്കെ ഇരിക്കണം. അങ്ങനെ ആ ഗൗണൊക്കെ ഒന്ന് ഞാൻ വെച്ചൊന്ന് കറക്കി നോക്കി. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പഴയ രാമചന്ദ്രൻ്റെ ഗണപതി കോവിലിൻ്റെ അവിടെ വന്നു, പഴവങ്ങാടി രാമചന്ദ്രനിൽ വന്നു. അങ്ങനെ അവിടെ നോക്കി, അവിടെ നിന്നൊരു പട്ടുപാവാട ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെടുത്തു. എന്തായാലും താലപ്പൊലിക്ക് കാണിച്ചു തരാം കേട്ടോ കുഞ്ഞുമണിയുടെ എടുത്ത് പട്ടുപാവാട ഏതാണെന്നൊക്കെ. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞുമണിയും ചേച്ചിയും കണ്ണനും കൂടെ തിരിച്ച് രാമചന്ദ്രനിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. പിന്നെ ചേച്ചിക്ക് നേർച്ച ഉള്ളതുകൊണ്ട് ചേച്ചി അവിടുത്തെ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി പട്ടുസാരി അതും ഇതൊക്കെ വാങ്ങിച്ച്. പിന്നെ നമ്മൾ ഫാൻസിയിൽ കയറി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഫാൻസി കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നാഗവല്ലിയിലേതാണല്ലോ, അതെടുക്കട്ടെ, മാലെടുക്കട്ടെ, അതൊക്കെ. അങ്ങനെ കുഞ്ഞുമണി നല്ല ഉറക്കമായി കുട്ടി.